എല്ലാ ഫ്ലവേഴ്സ് ടീയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു മെഴ്സിലീസ് ഐസ്ക്രീംസ് പ്രസൻസ് റീഗൽ ജുവലേഴ്സ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ പവേർഡ് ബൈ അതിഥി. അതിഥികളെല്ലാം വിളിക്കേണ്ടത് കുടുംബക്കാരെയാണ്. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടൻ, ജാഫറിക്ക. പതിപോലെ നമ്മൾ ഉഷാറായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. പുതിയ കോമഡികൾ കാണാനും ആ കോമഡികൾക്ക് ചിരിക്കാനും. അത് വേണ്ട, വേണ്ട വേണ്ട, അതൊക്കെ അദ്ദേഹം ചെയ്തോളൂ. അല്ല, അത് വെരി 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 ഇല്ല, വേണ്ട. നമ്മള് ഒരു മൂഡിൽ കയറാൻ പോ. ജാഫറിക്ക. ഓക്കെ. ലക്ഷ്യ റെസിഡൻസ് അസോസിയേഷൻ ഫ്രം കലിക്കൽ ചാലക്കുടി, വെൽക്കം. എല്ലാരും ഉഷാറാണെങ്കിൽ ആദ്യത്തെ ടീമിനെ വിളിക്കട്ടെ. ഇനിയെ പിടിച്ച കിട്ടത്തില്ല കേട്ടോ. ബോളിവുഡ് ഹോളിവുഡ് അങ്ങനെ കേറി പോകും ഞാൻ. ചരടാണോ? ഇനിയെ പിടിച്ച കിട്ടത്തില്ല. ആണോ? അത് മാത്രമല്ല ഇനിയുണ്ട്. ആ കയ്യിലുണ്ടോ? വരുന്ന വഴിക്ക് സ്വാഭാവികമായിട്ട് പുറത്തു നിന്നൊരു മന്ത്രവാദിയെ കണ്ടു. മന്ത്രവാദിയല്ല, ഒരു സ്വാമി. എന്റെ മുഖത്തൊക്കെ എന്നോടൊരു ചോദ്യം, വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലേന്ന്. ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ജപിച്ച് കെട്ടി തന്നു. കാര്യങ്ങളൊക്കെ നടക്കും. എന്നോട് 2 കയ്യിലും കെട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളെ എന്നിലെ നന്മയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒറ്റയ്ക്ക് എനിക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ, എന്റെ കൂടെ 3 പേരുണ്ട്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വളർന്ന് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈഗോ അടിക്കത്തില്ലേ, അവർക്കൂടെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പം 2 ചരട് ജപിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കാണോ വിശ്വാസമുള്ളത്, ആർക്കാണോ രക്ഷപ്പെടേണ്ടത്, സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് എന്നോട് പറഞ്ഞാൽ മതി, ഞാനിത് അങ്ങോട്ട് തരാം. ജീവ, ആദ്യം നിന്റെ കയറ്റം ഒന്ന് കാണട്ടെ. അതെ, നിന്റെ കയറ്റം കണ്ടു കഴിഞ്ഞിട്ട് നീ ആലോചിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇത് ജപിച്ചു തന്നു പറഞ്ഞൊരു സ്വാമി ഉണ്ടല്ലോ, പുള്ളിയെ വിളിക്കാം. ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, പുള്ളിനെ ഞങ്ങളൊന്ന് കാണട്ടെ. പുള്ളി കൺവിൻസ് ചെയ്താൽ നിങ്ങൾ കൺവിൻസ് ആവുമെങ്കിൽ പിന്നെ 1, 2, 5 കെട്ടിക്കോളാം. ആണോ? എന്നാ പിന്നെ ഞാൻ സ്വാമി ഇങ്ങോട്ട് വിളിക്കാം. വിളിക്ക്. ഭാസി സ്വാമി, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. നമസ്കാരം കിർമിയോ? അല്ല, ഞാൻ കർമ്മി, എന്റെ കായ്ക്ക് വള്ളിയില്ല. ഞാനാണ് കർമ്മീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ആള്. അതറിയാവുന്നോണ്ടല്ലേ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അതെ. തന്റെ പേരെന്താന്ന് പറഞ്ഞത്? എന്റെ പേര് ഗോവർദ്ധൻ. അരെ ഗോവർദ്ധൻ, അമരീഷ് സൂപ്പർ. ഇനി അമീർ ഖാൻ പറയണ സാറി, ഞാൻ ഇവിടെ മെഗാ ഷോ ചെയ്യാൻ വന്നതല്ല. അറിയാമോ? ഞാൻ കർമ്മിയാണ്. എന്നെ വിളിച്ചു വരുത്തിയ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എന്റെ അമ്മാവനാണ് എന്നെ നോക്കി വളർത്തിയത്. അപ്പൊ അമ്മാവൻ എന്നെ നോക്കി വളർത്തിക്കൊണ്ട് അമ്മാവൻ മരിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അമേരിക്കയിൽ ബിസിനസ് ആണ്. ആയിക്കോട്ടെ സുഹൃത്തെ, ഇപ്പൊ തന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇപ്പൊ പ്രശ്നം വെച്ചാൽ ഈ അമ്മാവൻ മരിച്ചതിന് ശേഷം അമ്മാവന്റെ ആത്മാവ് അമേരിക്കയിൽ വന്നു എന്നെ ശല്യപ്പെടുത്തിയാണ്. വിസയും പാസ്പോർട്ടും ഇല്ലാതെ. ആത്മാവല്ലേ, അതിന് എവിടെ വേണം പറയാൻ ആരും കാണത്തില്ല. വല്ല ആത്മാവുമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോ ശാന്തയുടെ അടുത്ത് പോകാൻ ആരെയും പേടിക്കണം. ശാന്തയുടെ കാര്യം അല്ലല്ല, ആത്മാവിന് ശാന്തി കിട്ടണം. ശാന്തി ഇല്ലാത്തതുകൊണ്ടാണ് അമേരിക്ക വരെ വന്ന്. അതെ. ഇപ്പൊ സംഭവം അറിയോ, അമേരിക്കയിൽ എന്റെ ബിസിനസ് ഈ ആത്മാവ് കാരണം മൊത്തം തകർന്നു. തന്നല്ല എനിക്ക് കുട്ടികളും ഉണ്ടാവുന്നില്ല. ബിസിനസ് പറഞ്ഞു, ഓക്കെ, കുട്ടികളില്ലാത്ത ആത്മാവിന്റെ തല കൊണ്ടിടല്ലേ? തെറ്റാണോ അത്? ഇല്ല. അല്ല, നിന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത്? എന്റെ അമ്മാവന്റെ മരണം എന്ന് പറഞ്ഞാൽ സുഖമരണമായിരുന്നു. സുഖപ്രസവം എന്ന് കേട്ടിട്ടുണ്ട്, സുഖമരണം എന്ന് ആദ്യം കേൾക്കുക. ഉറക്കത്തിൽ മരിക്കുമായിരുന്നു? അല്ലല്ല, ഉറക്കത്തിൽ മരിക്കുമല്ല. അമ്മാവൻ മരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു പുഴയുണ്ട്. ഈ പുഴയുടെ ഇറമ്പത്ത് ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പൊ അമ്മാവൻ ഈ മാവേ കയറിയപ്പോ മാവിന്റെ കൊമ്പൊടിഞ്ഞ് അമ്മാവൻ നേരെ പുഴയിൽ ചെന്നു. അയ്യോടാ, വീണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 8 പെണ്ണുങ്ങൾ കുളിച്ചോണ്ട് തന്നെ നടുക്കാണ് അമ്മാവൻ ചെന്ന് വീണു. അമ്മാവന്റെ ബോഡി പൊക്കി എടുത്തപ്പോണ്ടല്ലോ അമ്മാവന്റെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അയ്യോ, ഇത് സുഖമരണമല്ല കേട്ടോ, ഇത് പരമസുഖമരണം. ഇതെന്നാ സംഭവം അറിയോ? ഈ അമ്മാവന്റെ ആത്മാവിനെ ഇങ്ങനെ മരിച്ചതാണല്ലോ, അമ്മാവന്റെ ആത്മാവിനെ ഒന്ന് തൃപ്തിപ്പെടുത്തണം. അങ്ങനെ ഒന്നുകൊണ്ടൊന്നും തൃപ്തിപ്പെടുന്ന ആളല്ല എന്റെ അമ്മാവൻ. അത് 8 പെണ്ണുങ്ങളുടെ ഇടച്ചായി ചത്തവൻ മനസ്സിലായി. അത് ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്ത് സംഭവങ്ങളും ചെയ്താലും കുഴപ്പമില്ല. ആയിക്കോട്ടെ. നക്ഷത്രം എണ്ണം പറയരുത്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. വെളിവില്ലാത്തവർ ഈ നക്ഷത്രത്തിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? വാൽ നക്ഷത്രമാണോ? അത് 12 വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. ഗലീലിയോ ഭൗമശാസ്ത്രജ്ഞ, അതാണോ നിന്റെ അമ്മാവനുണ്ടല്ലോ മരിച്ചത്? അങ്ങേരുടെ നക്ഷത്രം, ജന്മനക്ഷത്രം ഏതാണ്? അത് ഭരണി. ഭരണി എന്ന് പറയുമ്പോൾ കഴുത്തിങ്ങനെ ഒട്ടിയിട്ട് പള്ള ഇങ്ങനെ വീർത്തിരിക്കും. ഭരണിയുടെ ഫിഗർ ചെയ്യാനാണോ നിന്നെ ഞാൻ വിളിച്ചത്? ആണോ? അല്ല. ഭരണിയില് അച്ചാറിടാം, നെല്ലിക്ക ഇടാം, ശർക്കര ഇട്ട് വെക്കാം. ഈ അമേരിക്ക കള്ളവാച്ചായിരുന്നോ ശർക്കരയും നെല്ലിക്കയായിട്ട് കുഴച്ച് കൊണ്ടാക്കാൻ? ആണോ? അല്ല. ഇവിടെ ഞാനൊന്ന് കണക്ക് കൂട്ടി എടുക്കട്ടോ. ഇതെന്നാ സംഭവം അറിയാവോ? നിന്റെ അമ്മാവന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ
നിന്റെ ഈ പ്രശ്നം തീരും. എങ്ങനെയെങ്കിലും വിളിച്ചു വരുത്തി ഒന്ന് തൃപ്തിപ്പെടും. അതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ ആത്മാവങ്ങനെ ഫുഡ് അങ്ങനെ കളിക്കും. ഓയ്യോ ഒടുക്കത്തെ ഫുഡ്. കുടിയോ? കുടിയെന്ന് പറയണ്ട, കുടിച്ച് ഷാപ്പിൽ നിന്ന് എടുത്തോണ്ട് വരുമായിരുന്നു. ആണോ? എന്നാ അത് വെച്ച് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. പിടിച്ചേക്കാം. എന്നാ ഒരു സാധനങ്ങളൊക്കെ നീ സെറ്റ് ചെയ്തു. എല്ലാ സാധനവും റെഡിയാക്കി വെച്ചേക്കാണ്. എന്നാ കാലെടുത്ത് ഇലയിലേക്ക് പോയി അടി അടി അടി. എടാ നിന്റെ കപ്പക്കാലെടുത്ത് വെക്കാനല്ലേ പറഞ്ഞത്? പിന്നെ? ചിക്കൻ കാലെടുത്ത് വെക്കടാ. അത് ചിക്കൻ മെൻഷൻ ചെയ്തില്ല കേട്ടോ. ആദ്യം ഇപ്പൊ മെൻഷൻ ചെയ്തില്ല, എടുത്ത് പോയി. ചിക്കന്റെ കാലില്ല, കാലൊക്കെ വീട്ടിലോട്ട് എടുത്തു. നല്ല പീസ് നോക്കി വീടാ. കുടിക്കണാണെങ്കിൽ മദ്യം ഒഴിച്ചു പോയി. അയ്യോ കുടിക്കുമെന്ന് അമ്മ ഭയങ്കര കുടിയാണ്. ഒരു 30 ഒഴിച്ചാൽ മതിയില്ലേ? 90 ഒഴിയടാ. ആത്മാവിന് ജീവിതത്തിൽ നമ്മൾ വെള്ളം കൊടുത്തായിരുന്നു. അതെ, കൊടുക്കാം. മരിച്ചപ്പോഴെങ്കിലും 90 കൊടുക്കാം കേട്ടോ. എന്നാ പിന്നെ ഒരു പണി ചെയ്യ്. ഈ കർമ്മങ്ങളെല്ലാം വന്ന് കൈക്കൊള്ളണം എന്നെ പൊന്നെ അമ്മാവാന്ന് പറഞ്ഞ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ അമ്മാവാ. എനിക്ക് ആകപ്പാടുള്ള ഒരേ ഒരു അമ്മാവനാണ്, ഒന്ന് തന്നെ ധാരാളം. അറിയാലോ, ജീവിച്ചിരുന്നപ്പോ തന്നെ എനിക്കിട്ട് മുട്ടൻ പണിയാണ് തന്നോണ്ടിരുന്നത്. മരിച്ച ആത്മാവായി എപ്പോ അമേരിക്ക വന്ന് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മാവ എങ്ങനെയാണ് ഞാൻ ഒഴിച്ചു വെച്ചേക്കണം, വന്ന് ഒന്ന് നക്കി തിന്നിട്ട് എന്റെ തലയിൽ നിന്ന് ഒഴിവാവിടെ കാലമാടാ. പ്രാർത്ഥനയാണോ പ്രാക്കാണോ? തുടങ്ങിയപ്പോ പ്രാർത്ഥന, പഴയ കാര്യം ഓർത്തപ്പോ പ്രാക്കായി പോയതാണ്. അടിപൊളി. ഈ പ്രാക്ക് കൊണ്ടൊന്നും അമ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പണി ചെയ്യാം, ജോജു ജോർജിനെ വെച്ചൊന്ന് വിളിച്ചു നോക്കാം. പുള്ളി സിനിമയിൽ അഭിനയിക്കുമല്ലേ, പുള്ളിക്ക് ഇപ്പൊ ഇതിന്റെ പരിപാടി ഉണ്ടോ? അതല്ലെന്ന് ആത്മാവിന് വിളിച്ചു വരുത്തുന്ന ബോർഡ് ഉണ്ടല്ലോടാ. അത് ഓജോ ബോർഡ്. അത് വെച്ച് ഞാൻ പിടിക്കാം. എവിടെയാണ് ഇതൊക്കെ പറഞ്ഞു പോണത്? ഇത് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മാവനല്ല, അമ്മാവന്റെ അമ്മാവനോട് ആണല്ലേ? സാധനം വെച്ചിട്ടുണ്ട്. അല്ല ഞാനേ ഇത് കഴിഞ്ഞിട്ട് അടിച്ചോളാം. ഇപ്പൊ അടിച്ചാൽ ശരിയാവില്ല, പൂജ കഴിയും. ഇയാൾക്ക് കൂച്ചാനല്ല ക്ലാസ് വെച്ചത്. ആത്മാവിനെ വിളിച്ചു വരുത്താനുള്ള എക്യുപ്മെന്റ്സ് ആണത്. അവിടെ ആയിരിക്കാം. ഇനി ഞാൻ പറയുമ്പോ ഇതിന്റെ പുറത്ത് കൈവെക്കണം. വെയ് പ്രാർത്ഥിച്ചോണേ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഇതാരെ വിളിക്കണേ? എടാ നിന്റെ അമ്മാവൻ മരിച്ചു പോയോ? അയാളുടെ ആത്മാവിന് എന്റെ ഗുഡ് സ്പിരിറ്റ്, നല്ല സ്പിരിറ്റ്. അമ്മാവനാണെങ്കിൽ ഗുഡ് സ്പിരിറ്റ് എന്ന് പറയണ്ട, വ്യാജ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി അതിന്റെ ആളാണ്. ഇവിടെ പറയണേ, ഏറ്റു പറയണം. പറയാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അത് തന്നെ. ആത്മാവേ പോ, ആത്മാവേ പോ. ഇതെന്നെ പാട്ടാണ് ഇട്ടേക്കുന്നത് സിറ്റുവേഷൻ ചേരാതെ. ആത്മാവേ വാ എന്നുള്ള പാട്ടല്ല, ഇത് പോവാനല്ലേ പറയണത്? അത് എന്നോട് പറഞ്ഞിട്ട് കാര്യം, മ്യൂസിക് ഡയറക്ടറോട് പറയണം. നീ മര്യാദ പ്രാർത്ഥിക്കടാ. അമേരിക്ക വന്ന് പണി തന്നപ്പോ നീ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തല്ലേടാ? അതൊറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. അതെ, പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ആത്മാവ് വന്നോ നമ്മളെങ്ങനെ അറിയണ? കണ്ണടച്ച് ചെന്ന് കഴിഞ്ഞാൽ ആത്മാവ് വരുമ്പോൾ പാലപ്പൂവിന്റെ ഗന്ധം ഇവിടെ ആകെ പരക്കും. ആണോ? പിന്നെ എന്നിട്ട് ഇപ്പൊ പരക്കുന്നില്ലല്ലോ. എങ്ങനെ പരക്കും? നീ ഉണ്ടാക്കണം തുടർന്ന് നിൽക്കില്ല, പിന്നെ അങ്ങനെ പരക്കും. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. അടച്ചേക്കാം. അടച്ചോണേ. എന്താണ് ഒരു കാറ്റ് വീശുന്ന ഒരു മണം? ആത്മാവ് വരുന്നതിന്റെ സൂചനയാടാ. ആണോ? പിന്നെ പാലപ്പൂവിന്റെ ഗന്ധം വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പാലപ്പൂ അല്ലല്ലോ ഇത്, ഇത് മുല്ലപ്പൂവിന്റെ മണാണ്. മുല്ലപ്പൂ കടക്കാരൻ തെണ്ടിയും സ്വയം മാറ്റി തന്നെ പത്തിച്ചല്ലതാ. മണം നോക്കണ്ട, കിട്ടിയ മണത്തെ അഡ്ജസ്റ്റ് ചെയ്യും. ഏതായാലും വന്നതല്ലേ, ഒരെണ്ണ കീച്ചേച്ചങ്ങ് പോകാം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഏതൊക്കെയാലും ഈ ആത്മാവ് വന്ന് മദ്യം കഴിച്ചു കാണുമല്ലോ. കാണും. ഇനിയിപ്പോ 30,000 മദ്യല്ലേ ഞാൻ അടിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പം വെറുതെ കളയണ്ടല്ലോ. എനിക്ക് ഒഴിച്ചു വെച്ചാൽ എടാ വെള്ളം ചേർത്തെങ്കിലും അടിക്കടാ. എന്താണ്? എടാ ഡ്രൈ അടിച്ചിരിക്കുമ്പോ നീ ഇടേണ്ട എക്സ്പ്രഷൻ നീ ഇടാത്ത കൊണ്ട് ഞാൻ ഒരു കളറായിട്ട്. ഒരു കാര്യം ചെയ്യാം, ആ ചിക്കനെ കയറി അങ്ങ് പിടിക്കാം. പിന്നെ ഞാൻ പറയണതാണെങ്കിലേ ഇപ്പൊ ഫുഡും നമുക്ക് തന്നെ കഴിക്കാലോ. പിന്നെ അത് കഴിഞ്ഞല്ലോ, കർമ്മം കഴിഞ്ഞല്ലോ, ഇല്ല നമുക്ക് കഴിക്കാം. നമ്മളിപ്പോ ഈ കഴിച്ചില്ലെങ്കിൽ ആത്മാവിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അറിയാമോ? അല്ല, അതല്ല, അങ്ങനെ ശാപം കിട്ടിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതിപ്പോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നേ. അല്ല, വേണേ ആത്മാവ് കഴിച്ചോട്ടെ, എനിക്ക് അടുക്കള വേറെ ഇരിപ്പുണ്ട്. അടുക്കള പോട്ടിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉളത്തി കഴിച്ചോളാം. എന്തിന് ഇപ്പൊ സാധനം കയ്യിലുണ്ടല്ലോ, അത് കഴിച്ചാൽ പോലെ. അപ്പൊ കഴിച്ചേക്കാലേ? ധൈര്യമായിട്ട് കഴിക്കാലോ. ആണ്ട കയറ്റുന്ന പന പുറത്തോട്ട്. എന്താണ്? എടാ എരിവുള്ള ചിക്കൻ കഴിച്ചിരുമ്പോ നീ ഇല്ലെന്റെ എക്സ്പ്രഷൻ ആണ്. ഞാൻ കൈ കളർഫുള്ളിന് വേണ്ടിട്ട് നല്ലതാണ്. ചിക്കനും പോയി മദ്യവും പോയി, ഇനി ആ ബീഫേലോട്ടൊന്ന് പിടി. ഞാൻ ചോദിക്കട്ടെ, ഈ ബീഫ് ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ഉറുമ്പ് മുഴുവൻ വന്ന് തിന്നും, അതുകൊണ്ട് ഞാൻ അടുക്കള കൊണ്ട് വെച്ചോട്ടെ? എടാ ഉറുമ്പിന് പോലും കൊടുക്കാത്തവനെ നീ മെനക്കെട്ട് പോലെടാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി മറന്നുപോയി. കർമ്മി അടിച്ചായിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ അടിച്ചില്ല. ഞാൻ ഈ തിരക്കിനിടയ്ക്ക് ഞാൻ വിട്ടുപോയി. നമുക്ക് സമയമുണ്ടല്ലോ, ശ്രദ്ധിക്കണ്ടേ അതൊക്കെ? അത് കുഴപ്പമില്ല, ഇനിയാണെങ്കിലും അടിക്കാമല്ലോ. ഓറിയിട്ട് എന്നോടൊന്നും തോന്നരുത്. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് അടിക്കണം. അതിലൊക്കെ കേക്കട്ടെ, പൂജ നടക്കണ്ടെന്ന്. മണി അടിക്കണ കാര്യമാണോ പറഞ്ഞത്? ഇയാൾ എന്നെ വിചാരിച്ചേ? ഞാൻ ബെല്ലടിക്കണം. അതിന് രണ്ടും ഒന്നാണ്. അടിച്ചു, നന്നായിട്ട് അടിച്ചു. ഇങ്ങനെ അടിച്ചാൽ മതി. അങ്ങനെ ഇളക്കി അടിച്ചു, നന്നായിട്ട് അടിച്ചു. അടിച്ചോണ്ട് നിനക്ക് അങ്ങനെ തന്നെ വരണ്ടോടാ, നിനക്ക് അങ്ങനെ തന്നെ വരണം. നീ എന്നെ കൊണ്ട് മണി അടിപ്പിച്ചല്ലേ, നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ടാ. അവനൊരു പണി കൊടുക്കടാ. എന്താണ് പണി? ചെറിയൊരു വിഷയമുണ്ട് കേട്ടോ. എന്നാ വിഷയമാണ്? നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു, ഈ കർമ്മം ഓക്കെ ആണോന്ന് അറിയണ്ടേ?
ആത്മാവ് ഓക്കെയാണോ എന്ന് നോക്കണ്ടേ? എങ്ങനെ നോക്ക്? നോക്കാം. ഓക്കെയാണോ നോക്ക്. മാറ്റി നോക്ക്. ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് പറ? ആത്മാവ് സന്തോഷവാനല്ല. ആത്മാവിന് ഇനി എന്താ പ്രശ്നം? എന്താണ് ആത്മാവ് പറയുന്നത് കർമ്മിയെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തണമെന്നും അങ്ങനെ ആത്മാവ് കാണിക്കുന്നുണ്ട്. എന്ത് കൊടുത്താ തൃപ്തിപ്പെടുന്നു ചോദിക്കുന്ന? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ കൊടുത്താൽ മതി എന്നാ കാണിക്കുന്നത്. ആണോ? എത്ര സ്പ്രേ വേണം? രണ്ട്. ശരി, സ്പ്രേ ഉണ്ട്. സ്പ്രേയുടെ ഇതുകൊണ്ട് തൃപ്തിപ്പെടാണ്ടിരിക്കണ്ട. ഈ സഞ്ചിയിലേക്ക് കിട്ടും. അതാ നല്ലത്. ആയിക്കോട്ടെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കട്ടെ, എന്നിട്ടല്ലേ എനിക്ക് എത്ര നേരം ഇത്? ഓ, ചെറിയൊരു വിഷയമുണ്ട്. എന്താണ്? ആത്മാവിന്റെ മുഖത്തിന്റെ ഒരു സൈഡ് അങ്ങ് തെളിയുന്നില്ല. അതെന്നറിയോ? ഒരു സൈഡ് അമ്മാവന് നേരത്തെ സൂര്യാഘാതം ഏറ്റതാണ്. ആണോ? അതേ സൈഡായിരുന്നു. ഇടത് സൈഡ്. ഇത് വല സൈഡാണ്. തെളിയാത്തത്. പിന്നല്ലാതെ. അയ്യോ, എന്നാ ഇപ്പൊ പുള്ളി എന്നാ പറയണ? പുള്ളി പറയണ പറഞ്ഞാൽ കർമ്മിക്ക് ഐഫോൺ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഐഫോണോ? ആത്മാവ് പറഞ്ഞ ഞാനല്ല. ഒന്നോടെ നോക്ക്. പ്രോട്ടീൻ പ്രോ മാക്സ് കൊടുക്കണമെന്നാ പറഞ്ഞത്. ഐഫോൺ തന്നെ വേണല്ലേ? പ്രോട്ടീൻ പ്രോ മാക്സ് കേട്ടോ. ആണല്ലേ? പെങ്ങടെ മോക്ക് മേടിച്ചതാണ്. ആണോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടുണ്ട്, അവക്ക് വിഷമാവും, അതുകൊണ്ടാണ്. ആത്മാവ് കോപിക്കും. നിന്റെ കൈ മേടിക്കണം. ആത്മാവിന്റെ ഇതല്ലേ? ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട്. നിന്നെ നിക്കറ് വരെ ഇവര് ഊരിക്കൊണ്ട് പോകും. ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കിക്കേ. ബാക്കി കുഴപ്പമില്ല. എല്ലാം ഓക്കെ ആണല്ലോ? ഏകദേശം ഓക്കെ. എന്നാ പിന്നെ നിങ്ങൾ 5000 രൂപയല്ലേ പറഞ്ഞേ? 6000 രൂപയുണ്ട്. സന്തോഷമായല്ലോ? സന്തോഷം. മണ്ടച്ചാരെ ഒന്ന് വിരട്ടിയാൽ അമ്മാവന്റെ പേര് പറഞ്ഞ് കുറച്ച് പൈസ കൂടെ ഉണ്ടാക്കാം. അമ്മാവനെ ഒന്ന് തന്നെ പിടിച്ചു നോക്കാം. എന്താണ് അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ? ഞാൻ താണ്ടാ നിന്റെ അമ്മാവാ. അയ്യോ, അമ്മാവന്റെ ബാധ കേറിയോ? കർമ്മിക്ക് 5 ലക്ഷം രൂപ കൊറ. 5 ലക്ഷം രൂപയോ? വേണ്ട മാവ, എനിക്ക് 5 ലക്ഷം വേണ്ട മാവ. പറഞ്ഞു കേട്ടോ, വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. 5 ലക്ഷം. ഇത് 10 ഉണ്ടല്ലോ. 5 ലക്ഷം വേണ്ട മാവ, എനിക്ക് 5 ലക്ഷം വേണ്ട മാവ. ഒരുപാടുണ്ട് മാവ. അങ്ങനെ നിർബന്ധമാണെങ്കിൽ മുറ്റത്ത് കിടക്കണ ബെൻസുകാർ മതിയാ മാവ. 5 ലക്ഷം. 5 ലക്ഷം തരാം. 5 ലക്ഷം തരാം. ബഹളം ഉണ്ടാക്കരുത്. അയ്യോ, അതെ. 5 ലക്ഷം ചെക്കായിട്ട് വേണോ അതോ ക്യാഷ് ആയിട്ട് വേണോ? ഇങ്ങനെ ബാധ കൊടുക്കില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ 5 ലക്ഷം രൂപ. അയ്യോ അയ്യോ അയ്യോ, ഇതന്നെ എന്റെ ഈ പൈസ. എനിക്ക് എന്താ പറ്റിയത്? ഇല്ല, അതൊന്നുമില്ല. എന്താ സംഭവിച്ചത്? എന്റെ പൊന്നി, ഇവന് കാശെല്ലാം കൊടുക്കണ്ടത്. ഇവന് ഓസ്കാർ അവാർഡാണ് കൊടുക്കേണ്ടത്. ഒന്നുമില്ല, ഒരു സംഭവം. 5 ലക്ഷം രൂപ പാരിതോഷികമായിട്ട്. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു തന്നോളാം. എനിക്കെന്താണ്? 5 ലക്ഷം രൂപ. എന്നാ പിന്നെ മനസ്സ് മാറുന്നതിന് മുന്നേ പോയേക്കാം. ആത്മാവിന്റെ സന്തോഷം നിൽക്കുവാണല്ലോ. അതെ. അപ്പൊ മനസ്സ് മാറുന്നതിന് ഞങ്ങൾ പോയാൽ കുഴപ്പമില്ല. അതെ, പൊക്കോ. ഒന്ന് നിന്നെ എവിടെ നിന്നാ? എന്നാ പണിയാണോ കാണിച്ചത്? 5 ലക്ഷം രൂപയ്ക്ക് ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും സുരക്ഷയ്ക്ക് വേണ്ടി ഒരു തോക്ക് വരാന്ന് പറഞ്ഞപ്പോ അത് ഇട്ടിട്ട് ഓടിയോ? എന്റെ പൊന്നു കർമ്മി, നിങ്ങൾ ഈ പൈസ കൊണ്ട് പോ. ഈ തോക്ക് കൊണ്ട് അവിടെ നില്ല. അവിടെ ആദ്യം പോയത് വാഴ, രണ്ടാമത് പോയത് മരവാഴ. ഞാൻ ചത്തത് നന്നായി. ഒരു രക്ഷയിലായിരുന്നു. ആടിപ്പൊളി, നല്ല കൈഡി. എന്റെ പൊന്നെ, അങ്ങനെ അടിപൊളി. ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം ഞാനിപ്പോൾ അടുത്ത് ഇപ്പം റിലീസാകാൻ പോവാ. എൻ്റെ ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഒരു സിനിമയിൽ അജീഷിനെ പോലെ ഒരാളാണ് ഞാൻ. അതായത് അവിടെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു, ഇതൊരു ആത്മാവാണല്ലോ. എനിക്ക് സ്കിറ്റിലെ കോമഡി ഒന്നും വേണ്ട. എനിക്ക് ആവശ്യത്തിന് ചിരിച്ചു. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, അജീഷിൻ്റെ പെർഫോമൻസിൽ ബാസിയും പോൾസിനും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ആത്മാവിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീല് വന്നതിനൊരു കൈയടി തരാം. ലൈവ് ആ ഒരു സംഭവം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചിരിച്ചു. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. നല്ല സ്കിറ്റായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. പിന്നെ നിങ്ങൾ 3 പേരും നല്ല ഉഗ്രം പെർഫോമേഴ്സാണ്. ഒരു ആകെ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വലിയൊരു പുതുമയോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സംഭവമാണ് നിങ്ങൾ കൊണ്ടുവന്നെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിനു മുൻപും നമ്മൾ ഇതുപോലുള്ള സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ബാധ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു മന്ത്രവാദി മകൻ വിളിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ആത്മാവ് വരുന്നത് ഇതിനകത്തൊരു ഫ്രഷ് പരിപാടിയായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസിലാണ് ഇത് ഗംഭീരമായിട്ട് വന്നിട്ടുള്ളതെന്നുള്ളതാണ് സത്യം.
ഒരു നല്ല സ്കിറ്റ് കണ്ടതായിട്ടാണ്. ബാസ് ശരിക്കും കൃമിയാണോ അല്ല കാർമിയാണോ? ഒരിക്കലും അല്ലല്ലോ, അവൻ മൊത്തത്തിൽ കുഴപ്പമാണല്ലോ അവൻ. ഈ ബാസിയെ പോലെ ഈ ദുർമന്ത്രവാദം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്ന, അതിലൊക്കെ സത്യസന്ധ ഇത് സത്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് പൈസ മുടക്കുന്ന ആളുകളും ഉണ്ടെന്നുള്ളതാണ്. കൂടുതൽ നമ്മുടെ സമൂഹം ഒരു ഏരിയയിൽ കൂടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരുപാട് പൈശാചികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഓരോരോ വിശ്വാസങ്ങളിലേക്കും ഓരോരോ ആചാരങ്ങളിലേക്കും പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. 3 പേരുടെയും പെർഫോമൻസ് ഇന്ന് ഗംഭീരമായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം ഞാൻ പറയുമ്പോഴേ ഈ മന്ത്രവാദിക്ക് ഇത്രയും കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ നല്ല ജോലി ചെയ്ത് കാശുണ്ടാക്കിയവനല്ല. സത്യത്തിൽ ഈ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞു വന്നപ്പം സ്കിറ്റിൻ്റെ മാറ്ററിൽ നിന്ന് വിട്ടിട്ട് ഈ അന്ധവിശ്വാസത്തിലേക്ക് ഒരുപാട് പോയി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഒരു അനുഭവമുണ്ട്. എൻ്റെ ഭാര്യ അവിടെ ഈ കൈ നോക്കുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് ആൾക്കാർ തമിഴന്മാർ വരും. തമിഴന്മാർ വന്ന് ഈ തുണി അലക്കിയിട്ടതിൻ്റെ മേളിൽ കൂടി പാമ്പ് കയറി ഇറങ്ങിപ്പോയി ഈ കുറി എടുപ്പിക്കുമല്ലോ തത്തമ്മയെ കൊണ്ട്. തത്ത കുറി എടുത്തപ്പം ആ കുറിക്കകത്തൊരു സർപ്പത്തിൻ്റെ പടമായിരുന്നു. അപ്പം നിങ്ങൾക്ക് സർപ്പദോഷം ഉണ്ടെന്ന് വൈഫിനോട് പറഞ്ഞു. അതുകൊണ്ട് അതിനുള്ള പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞ് വീടിൻ്റെ 3-4 മൂലയിൽ നിന്നും 4 മൂലകളിൽ നിന്നും മണ്ണ് വാരിയിട്ട് അത് കിഴി കെട്ടി അതിൻ്റെ അകത്തൊരു മുട്ടയും ഒരു ചെമ്പരത്തി പൂവും വെച്ചിട്ട് ആരും കാണാതെ വെളുപ്പിനെ ആറ്റി കൊണ്ട് ഒഴുക്കണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ വേണം ചെയ്യാൻ. ഞാൻ വെളുപ്പിന് എനിക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുള്ള ആളാണ്. ഞാൻ എന്നിട്ട് ഈ വൈഫ് അറിയാതെ വേറെ 2 പേരെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവഴി ഞാൻ അവിടം വരെ വരും. അവിടെ നിന്ന് നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. കാര്യം നിന്ന് കരയുക. ഇതൊക്കെ അന്ധവിശ്വാസത്തിൽ ഉറച്ചു പോയതാണ്. ഈ സ്ത്രീകളെയും ചില പുരുഷന്മാരെയും കാണുമ്പം ഇങ്ങനെയുള്ള മന്ത്രവാദികൾക്ക് കാണുമ്പോഴേ അറിയാം ഇത് വളച്ചാൽ വളയുന്നതാണ്, നമ്മൾ പറഞ്ഞാൽ ഏക്കുന്നതാണെന്ന് പറയും. അങ്ങനെയുള്ളവരെ വീഴ്ത്താൻ പെട്ടെന്ന് പറ്റും. അതേപോലൊരു മണ്ടനാണ് ദീ നിൽക്കുന്നത്. ഈ ഹസ്തരേഖാശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചല്ല ഈ പറഞ്ഞു വന്നത്. തട്ടിപ്പ് എങ്ങനെയും ജീവിക്കുക, ആരെയും കളിപ്പിച്ചും വഞ്ചിച്ചും ഒക്കെ ജീവിക്കുക എന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കുറിച്ചായി പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ സ്കിറ്റ് മോശമല്ലായിരുന്നു. നിങ്ങൾ ഇനിയും ഒരുപാട് ചിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കുറേയും കൂടെ ഒക്കെ ചിരി ആയിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആദ്യം ജാഫർക്ക് എത്ര കൊടുക്കും നമ്മൾ? എത്ര മാർക്ക്? ഒരു 10,000 രൂപ. 10,000 രൂപ. നല്ല അടിപൊളിയാ. നസീർക്ക? ഞാൻ ഒരു 12. ഓ, അപ്പൊ ടോട്ടൽ 22. കേറുന്നുണ്ട് കേട്ടോ ചേട്ടാ. അപ്പം എന്റേതവിടെ ടോട്ടൽ എമൗണ്ട് 45,000 രൂപ ഉഷാറായിട്ടുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം പോയിട്ട് ഇതിൽ ഉഷാറായിട്ട് ഒരു ഐറ്റമായിട്ട് വരും. ഒരു വിഷയമുണ്ട്. ഇത്രയും ആൾക്കാരിക്കുമ്പോ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റുമോ? പറയണ്ട. പിന്നെ വള്ളിക്കെട്ടായിട്ട് എന്നോട് ചോദിക്കില്ല കേട്ടോ. അതെന്താ? ഞാൻ മാത്രം ഇടയ്ക്ക് പുറത്തിറങ്ങി പോകുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ല, ഞങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണോ? നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആണോ? ഒരു പെങ്കൊച്ച് ബാഗുമായിട്ടൊന്ന് പുറത്തേപ്പുണ്ട്. നസീർക്ക് ആവാനേ വഴിയുള്ളൂ. എനിക്കറിയത്തില്ല. എനിക്ക് കാണണം ആ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്. ആരെ കാണണമെന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അയാളെ ഇപ്പൊ കാണാം. അങ്ങനെ വിളിച്ചോ. ചിലപ്പോ എന്നെ ആളായല്ലോ. ജാഫ്രിക്ക, ഇത് കണ്ടിട്ട് സാധനം വിൽക്കാമെന്നാന്ന് തോന്നില്ല കേട്ടോ. അല്ല, എന്തു ആയിക്കോട്ടെ. ഉറപ്പാണോ? ഫേസ് ഒരു പെങ്കൊച്ച് വീട്ടിൽ വന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നു എന്നും പറഞ്ഞ് എന്തിനും വരാലോ. അത് കറക്റ്റാ. ഈ ധൈര്യത്തിന് കൊടുക്കണം കേട്ടോ. ചിലപ്പോ കൂടെ ആങ്ങളമാരുണ്ടാവും, അമ്മയുണ്ടാവും. വരട്ടെ. ഓക്കെ മോളെ, നിമിഷേ കേറി വാ. സുധീഷിനെയും ചിത്തനെയും വിളിച്ചോ. പിന്നെ പൊളി. എടി, നമ്മൾ ഒളിച്ചോടി വരുന്ന ആരെങ്കിലും കണ്ടായിരുന്നോ? ആരും കണ്ടില്ല. ഭാഗ്യം. ഡ്രസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തിട്ടുണ്ട്. ഹോർമോൺസ് എടുത്തിട്ടുണ്ടല്ലോ. ഹോർമോൺസോ? 19 ഹോർമോൺസ് ഇല്ലയോ? അയ്യോ, അത് ഓർണമെന്റ്സ്. അതിന് അങ്ങനെയും പറയല്ലേ. പിന്നെ ആണെങ്കിൽ നമുക്ക് ഹണിമൂണിന് എവിടെ പോണം? ഹണിമൂണിന് എനിക്ക് ഓസ്ട്രേലിയ പോകാൻ ഇഷ്ടം. അത്രയും പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? 2 തുള്ളി തേൻ വായിലൊഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാണും മൂൺ. അപ്പൊ ഹണിമൂൺ അതെങ്ങനെയുണ്ട്? ദൈവമേ, ഞാൻ ആരുടെ കൂടെയാണോ ഇറങ്ങി പോകുന്നത്? അപ്പൊ എന്റെ കൂടെ നീ ഇറങ്ങി വന്നത്? പോണോ? അല്ല, താനൊരു കാര്യം ചെയ്യും, ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്ക്, നമുക്ക് നമ്മുടെ ആരാധകരെ കാണിക്കണ്ടേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അശ്വതി അച്ചുവിനെ വിനീത് സ്വന്തമാക്കിയിരിക്കുകയാണ്.
അപ്പൊ നമ്മളെ ഒരുപാട് സഹായിച്ച FB ഫ്രണ്ട്, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്, പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞമ്മയ്ക്കൊരു ഉമ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന് 1000 നന്ദിയുണ്ട്. അവരാണ് നമ്മളെ ഒന്നിപ്പിച്ചത് കേട്ടോ. ഹായ് ഗൈസ്, ഞങ്ങൾ മാരേജ് ചെയ്യണോ ലവ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്തായിരുന്നു നിങ്ങളുടെ കമന്റ് ഞങ്ങൾ മാരേജ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മാരേജ് ചെയ്ത് ഗൈസ്. അപ്പൊ 2 വർഷമെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ആ ബേബി 100 വർഷമല്ലേ? അത് പണ്ടല്ലേടി, ഇപ്പൊ 2 വർഷമൊക്കെ നിന്നെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കല്യാണം ഉണ്ടല്ലോടി, നേരത്തെ ആയി പോയോ അച്ചു? ശരിയാ, ഒരാഴ്ച ഗ്യാപ്പിന് മതിയായിരുന്നു. പക്ഷെ അതെങ്ങനെ പറ്റും? നമ്മൾ 2 ദിവസം അല്ലേ ഉള്ളൂ പരിചയപ്പെട്ടിട്ട്. എന്നാലും ബേബി, ഒരു ദിവസം പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിക്കുന്ന എത്ര പേരുണ്ട് ഈ സമൂഹത്ത്? അങ്ങനെ ഉണ്ടോ? പിന്നെ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ട് കല്യാണം? പിന്നല്ല, നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്തില്ലേ? ഈ സമൂഹത്തിന്റെ പോക്കിത് എങ്ങോട്ടാ? നമ്മൾ 2 ദിവസം, ഇത് 1 ദിവസം. അയ്യോ, നമുക്ക് നാളെ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇറക്കി വിടും ഈ സമൂഹം? നമ്മൾ 2 ദിവസം, ഓർക്കാനേ വയ്യ. 1 ദിവസം. അയ്യോ, എനിക്ക് പറ്റണേ ഇല്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. എന്റെ അമ്മ ഭയങ്കര വിഷയമാ. ആണോ? ഏത് വിഷയം? കെമിസ്ട്രി. എടി അതല്ല, അമ്മ ഭയങ്കര കലിപ്പാന്ന്. ആണോ? അപ്പൊ ഈ അമ്മയാണോ കലിപ്പന്റെ കാന്താരി എന്നറിയപ്പെടുന്നത്? അല്ല, കരുണാകരന്റെ കാന്താരി. അതാരീ കരുണാകരൻ? അച്ഛനാണെന്ന് അമ്മ പറയുന്നുണ്ട്. ഇതാണ് എന്റെ വീട്. കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കാം. ആ മധുര ശബ്ദമാണ് എന്റെ അമ്മ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അമ്മ എന്ന് പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യമുണ്ട്. പെട്ടെന്ന് ഞാൻ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. അതുകൊണ്ട് നീ കുറച്ച് മുമ്പ് സാധനം വിൽക്കാൻ വന്ന പെണ്ണാണെന്ന് പറഞ്ഞൊന്ന് നിൽക്കണം. റെഡി ആവും ഇതൊക്കെ? കുഴപ്പമില്ല അമ്മയെ ഞാൻ സോൾവ് ചെയ്തോളാം. അമ്മയെ സോൾവെന്റ് ഇട്ട് ഒട്ടിക്കാനായിട്ട് അമ്മ എന്താടാ PVC പൈപ്പാ? കണ്ണെടുത്ത് അകത്തിടമ്മ, അതാണ്ട് മണ്ണ് തിന്നണ് കണ്ണ്. അമ്മ എനിക്ക് ഭയങ്കര നാണക്കേടാ. എല്ലാരും പറയുന്നു കൊല്ലം തുളസിയുടെ മോൻ, കൊല്ലം തുളസിയുടെ മോനെന്ന്. അതാര് പറഞ്ഞാ കൊല്ലം തുളസിയുടെ മോനെന്ന്? അമ്മയ്ക്ക് അതിന്റെ ഫിഗർ ഉണ്ടെന്നാ പറയുന്നത്. എനിക്കാ ഫിഗറാ? ആര് പറഞ്ഞ്? കൊറേ ആൾക്കാർ പറയുന്നുണ്ടമ്മ. ഞാനൊന്ന് കണ്ണാടി നോക്കിട്ട് വരട്ടെ. ചെടിത്തേ പാപ്പിങ്ങെത്തി. കൂടുതൽ സംസാരിച്ചൊക്കെ കേറല്ലേ. നീ എവിടെയായിരുന്നു? നീ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ. നിന്റെ കൂടെ ഇറങ്ങി പോയ പട്ടി ഈ വീട്ടിൽ കയറി. നീ എവിടെ പോയിരുന്നടാ? എന്തിനാ പട്ടി എന്നെയും കൂടി താരതമ്യപ്പെടുത്തുന്നത്? ആ പട്ടി മുള്ളാനിരിക്കുമ്പോഴെങ്കിലും കാലിങ്ങനെ പോക്കും. നീ അതുപോലും ചെയ്യില്ല. നീ ശരീരം പണി ചെയ്യോടാ. നീ നോക്ക്. ഏതാടാ ഈ പെണ്ണ്? ഏതാടാ ഈ പെണ്ണ്? ഇത് എവിടെന്നോ വന്ന ഒരു കൊച്ച്. എന്താ വെച്ചാ തിന്നുന്ന വല്ല സാധനമാണോ? ഞാൻ മൂന്നാർന്ന് വരുന്നത്. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാപ്പിപ്പൊടി. ഇതൊക്കെ എനിക്ക് കെട്ടിപ്പൊഞ്ഞോണ്ട് തരാൻ നീ എന്റെ ചേഴക്കാര് വല്ലതാണ്? അയ്യോ, ഇതൊക്കെ വിൽക്കാമെന്ന ആളാ ഞാൻ. വേടിക്കമ്മ, വല്ലതും വേടിക്കമ്മ, വല്ലതും വേടിക്കമ്മ. വല്ലതും കൊണ്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇവിടെ. പാവം കൊച്ചമ്മ. ഇവിടെ ഒന്നും വേണ്ട പോ. അമ്മ ഒരു കാര്യം ചെയ്യേ, ഞാൻ കുറച്ച് തേയിലപ്പൊടി തരാം, കുറഞ്ഞ വിലയുള്ളൂ. അതൊന്നും വേണ്ട, ഇവിടെ പോ. എന്നാ കുറച്ച് കാപ്പിപ്പൊടി തരാം. സമ്മതിക്കാനല്ലേ? ഇതൊന്നും വേണ്ട. ഏലപ്പൊടി വല്ല നിർബന്ധമാണെങ്കിൽ ഒരു 2 ലിറ്റർ പാല് ഇതാ. ആ വന്നിരിക്കുന്ന സിന്ധി പശു അല്ല, കച്ചവടത്തിന് വന്ന പെണ്ണ. വേറെ എന്തെങ്കിലും ചോദിക്കേ. കൊച്ചേ, വേറെ എന്ത്? കിഴങ്ങിരിക്കുന്നു. ഇതാരാ? ഇത് ബോൻ. കല്യാണം കഴിഞ്ഞതാണോ? പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ ഇവനെ കമ്പൊടിച്ച് കുത്തി വെച്ച് കിളിപ്പിച്ചെടുത്താന്നോ ഇവനെ? അമ്മയല്ല, മോൻ കല്യാണം കഴിഞ്ഞതാണോ? വല്ലോടത്തൊന്നും വന്ന പെണ്ണ് വരെ ചോദിക്കുന്നു. ഈ നാട്ടുകാർ മുഴുവൻ ചോദിച്ച് മടുത്ത്. ഞാൻ പറഞ്ഞ കൊച്ച വഴി കൂടെ പണ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വാ, ഞാൻ വിളക്കോളത്തി കേറ്റാന്ന് പറഞ്ഞു. എന്താടാ ഈ കാണിക്കുന്നത്? നാണം. ഞാനാ ഈ പെണ്ണ് ഏറ്റവും കുടിപ്പിക്കുന്ന അവനെ നാണാണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ടല്ലേ മോന്റെ കല്യാണം നടക്കാത്തതിന്? അങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം. ആ വിഷമം മാറ്റാൻ എന്റെ അടുത്തൊരു സാധനം ഉണ്ടല്ലോ. എന്താ മനസ്സിലായോ? മനസ്സിലായി. അയ്യോ, അത് ഞാൻ ഫ്ലോക്കി പറഞ്ഞതാ. ഇതേ, ഇതൊരു സാധനാണ്. ഇത് ചായയിൽ 3 നേരം ഇങ്ങനെ തുള്ളി ഇടുക, എന്നിട്ട് കൊടുക്കുക. അപ്പൊ കല്യാണം നടക്കും 1 മാസത്തിനുള്ളിൽ സെറ്റ്. കണ്ടാടാ കൊച്ചു പറഞ്ഞു കേട്ടോ. ആ കൊച്ചിന്റെ ആത്മാർത്ഥ കണ്ടോ? എടാ ഇതിനെ കാര്യം വിളിച്ച് കെട്ടി പെരക്കാത്തോട്ട് കയറി പോടാ ഇറക്കാന്ന്. കാര്യമായിട്ട് പറയുന്നതാണോ? കാര്യമായിട്ട് പറഞ്ഞ. എന്നാ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ അവളെ കല്യാണം കഴിച്ചു. അമ്മ എന്തെങ്കിലും പറയുന്നു പറഞ്ഞോണ്ടാ സാധനം വിൽക്കുന്ന ആളാന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അത് ശരി. എവിടെ പോകുന്നടാ? ഇറങ്ങി പോണ്. കേറാ. നീ എവിടെ പോണ്? ഇറങ്ങടി. കേറാ. ഇറങ്ങടി. കേറാ. എന്തുവാടി ഇത്? നിനക്ക് തോന്നിയ ദിവസം കളിക്കാൻ വീണ ഇത്? ഇറങ്ങി പോകാൻ പറ കൊച്ചേ. നിന്റെ വീട് എവിടെ? പത്തനാപുരത്തെ 10 പച്ച തത്ത കുത്തിയിരുന്ന സ്ഥലം.
മരം അല്ല, അതിന്റെ മോള്. അപ്പൊ മരം കൊത്തി. അതല്ല അമ്മ, ശ്രദ്ധിക്ക്. ആ. പത്തനാപുരത്തെ. പത്തനാപുരത്ത് പൂത്തുമ്പി പ്രകാശിന് അറിയോ? അറിയാമോ അമ്മയ്ക്ക്? അയ്യോ, വലിയ ഗുണ്ടയമ്മ അവിടത്തെ. വലിയ ഗുണ്ടയോ? ആ ഗുണ്ടയുടെ മോള്. ഒരേ ഒരു മോള്. ഗുണ്ടയുടെ ഒരേ ഒരു മോളാ? എന്റെ ദൈവമേ, ഇനി നിന്നെ അവന്മാരെല്ലാം കൂടെ വന്ന് വെട്ടിക്കേറി പിരുത്ത് കൊല്ലും, വിളിച്ചിറങ്ങിക്കൊണ്ട് പോണതിന്. വിനീത്, നീയാണത് പറഞ്ഞത് അമ്മ. സരസ്വതി ദേവിയെ പോലെ ചൈതന്യമുള്ള, ലക്ഷ്മി അതുപോലെ എല്ലാവരും സ്നേഹിക്കുന്ന ഐശ്വര്യം. വേണ്ട, നീ പറയണ്ട. ചെറുക്കാ, അവക്ക് പറയാനുള്ള പറയട്ടടാ. മോള് പറയടി. തേജസ്വനിയായ ആ മുഖത്തേക്ക് നോക്കി ഐശ്വര്യം ഇങ്ങനെ തുളുമ്പി 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 എവിടേക്കോ എത്തി. എന്തൊരു സുന്ദരിയാണ്. ഈ അമ്മയെ പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട്? കേട്ടാടാ കൊച്ചു പറയുന്നത്. അമ്മ എല്ലി പറഞ്ഞ ഗുണ്ടയുടെ മോളെ വേണ്ടെന്നൊക്കെ. എടാ, ഞാൻ പറഞ്ഞത് നിന്നെ അവര് വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരുന്നു. അമ്മ അത് കുഴപ്പമില്ലമ്മ, ഒരു കുഞ്ഞൊക്കെ ആകുമ്പോ മാറും. കൊച്ചെ, നിനക്ക് രക്ഷപ്പെടണേ രക്ഷപ്പെട്ടോ. അതെന്താ? ഇപ്പഴേ പറഞ്ഞു ഒരു കുഞ്ഞാവുമ്പോ അവൻ മാറുമെന്ന്. അമ്മ അതല്ലമ്മ, ആ പുള്ളി ഗുണ്ടയില്ലേ എവിടെ അച്ഛേ, ആ പുള്ളി മാറുമെന്ന്. എന്തായാലും മരുമോനായി എന്നെ എന്തെങ്കിലും ചെയ്യുവോ? ഒന്നും ചെയ്യൂല. ഭാഗ്യത്തിന് ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേര് എഴുതി തരും. എനിക്ക് സ്വത്ത് വന്ന ആരുടെ സ്വത്താ? അമ്മയുടെ സ്വത്ത്. എപ്പോഴും റോൾ ഡോൾ ഇട്ടോണ്ട് നടന്നാൽ മതി. ഒരു 10 പവന്റെ മാലയൊക്കെ ഇട്ട് ആൾക്കാരുടെ മുന്നിൽ കൂടെ നടക്കണ്ടേ? ഈ സ്വത്ത് മൊത്തം അമ്മയ്ക്ക് കിട്ടും. എനിക്ക് കിട്ടും. ആ എന്തമ്മ? വിളക്കില്ലേ അമ്മ? വലത് കാലം വെച്ച് അകത്ത് കയറി. വിളക്കില്ലേ? വിളക്കെടുത്ത് വെച്ചാൽ ടൈം പോകൂടെ. ഈ തിരി ആളി കത്തുന്നേ. ഇത് അണയുന്നമ്മ. എടാ ചെറുക്കാ, അമ്മ ഇനി ഒരു പാദസരവും ഇല്ല, അത് ചരടാ കിടക്കുന്നത്. അതല്ലമ്മ, അമ്മയ്ക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു അമ്മ, ഞാൻ അറിഞ്ഞില്ലമ്മ. എന്തായാലും സ്വത്തൊക്കെ അമ്മയ്ക്ക് തന്നെ തരും ഞാൻ. അമ്മയ്ക്ക് അത് തന്നെ തരും, അതൊക്കെ ശരിയാ. പക്ഷെ നിന്റെ ഈ കല്യാണം ഇങ്ങനെ നടത്തണമെന്നല്ലായിരുന്നു ഈ അമ്മക്ക് ആഗ്രഹം. 10 പേരെ വിളിച്ച് ഒരു ചോറ് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അറിയാവോ നിനക്ക്? ഇന്നലെ ആഹാരം ഇല്ല എന്നിട്ട് പട്ടിയുടെ ബിസ്ക്കറ്റ് എന്നിട്ട് പട്ടി ഇന്നലെ പട്ടിണിയായിരുന്നു. എന്നിട്ട് പറയാം ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണോ. സംസാരിക്കരുത് ഈ പറഞ്ഞ. അയ്യോ അയ്യോ, കസേര നിന്റെ അടുത്ത് ഇത് നന്നാക്കാൻ പറഞ്ഞായിരുന്നാടാ? ഞാൻ ഒട്ടിച്ച് വെച്ചായിരുന്നമ്മ. ആണോ? ഒട്ടിച്ച് വെച്ച് കുഴപ്പമില്ല. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാടാ? അമ്മ പൈസ കിട്ടുമ്പോ നമുക്ക് മേടിക്കാം. അയ്യോ, ഇതിലെ അമ്മ കുത്തി കേറി. അമ്മേ ഭയങ്കര പരാതി പറച്ചില്. നമ്മുടെ കല്യാണം കാണാൻ പറ്റാത്തോണ്ട് അത് നമ്മൾ ചെയ്ത തെറ്റാണ്. സത്യം പറഞ്ഞ തെറ്റാണ്. അമ്മ ഒരു കാര്യം ചെയ്യ്, നമ്മള് കല്യാണം അമ്മയുടെ മുന്നിൽ വെച്ച് നടത്താം. ഒരു ഡേറ്റ് പറമ്മ. ചിങ്ങം കന്നി വരാൻ വിളിച്ച ധനു മകര് ചിങ്ങം എന്നാ എനിക്ക് ആഫറൊക്കെ ഇതിനകത്ത് ഇടക്ക് കയറി വരുന്നുണ്ട്. എനിക്ക് ആഫറല്ലേ വേണ്ടത്, കലണ്ടറല്ലേ വേണ്ടത്? എടാ ഒരു കാര്യം ചെയ്യും, വരുന്ന 24-ാം തീയതി ഉറപ്പിക്കും. 24-ാം തീയതി. 24-ാം തീയതി എനിക്ക് പറ്റൂലേ? അതെന്നാ? 24-ാം തീയതി ഫസ്റ്റ് ഡിവോഴ്സിന്റെ കേസ് നടക്കാം. കൊച്ചെ, പരീക്ഷ ആകുമ്പോ അങ്ങനെ തോക്കും. നമുക്ക് വീണ്ടും എഴുതിയെടുക്കാം. അത് എന്റെ പൊന്നമ്മേ, ഇത് പരീക്ഷയൊന്നുമല്ല. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം. അമ്മ ഇവിടെ ഒന്ന് കെട്ടിയതാ. കെട്ടിയതാണോ? ഒരു കാര്യം ചെയ്യും, 24-ാം തീയതി പോട്ടെ, കോടതി പോയിട്ട് വന്നിട്ട് 25-ാം തീയതി ആക്കട്ടെ. അതും പറ്റും തോന്നുന്നില്ല. അതെന്നാ? എന്റെ 2ാമത്തെ കല്യാണത്തിന്റെ ഡിവോഴ്സ് കേസിന്റെ വാദം അന്ന് തുടങ്ങാം. അമ്മ ഇവിടെ 2 കെട്ടിയതാ. ഹലോ, ഇവളുടെ ലിസ്റ്റിൽ എത്രാമത്തെ കാർഡാ നിന്റെ? ഞാൻ 4. ഇനി ആരെങ്കിലും വന്ന വെയിറ്റിംഗ് ലിസ്റ്റാ. ആണോ? ഞാൻ കൊണ്ടുവന്നല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു തീരുമാനം എടുക്കും, ഒരു ഡേറ്റ് എടുക്കും. നമ്മളെന്ന് പറഞ്ഞ അടുത്ത മാസം നിനക്ക് പറ ഏതെങ്കിലും ഡേറ്റ്. 1-ാം തീയതി. അടുത്ത മാസം 1-ാം തീയതി അമ്മ. അടുത്ത മാസം 1-ാം തീയതി? അത് പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. എന്താ അമ്മ? എടാ, നിന്റെ അച്ഛൻ 22 വർഷം മുമ്പ് 5-ാമത് കെട്ടുന്നെന്ന് പറഞ്ഞു പോയപ്പോ ഉപേക്ഷിച്ച് പോയില്ലേ? അന്ന് കൊടുത്ത കേസിന്റെ വിധി തുടങ്ങുന്ന ദിവസമാ അത്. ആണോ? അപ്പൊ ഞങ്ങളുടെ ഈ വലിയ രീതിയിലുള്ള കല്യാണം 3 മാസം കഴിയട്ടടാ. അത് മതി അമ്മക്ക്. സൽസ്വഭാവിയായ വിനീതിനും അശ്വതി എച്ചൂസ് അല്ലേ? അശ്വതി എച്ചൂസിന് ഒരു നല്ല കൈയടി. അമ്മയുടെ കൈയടി പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, നല്ല കൈയടി. ജാഫർക്ക ഗംഭീരമായി പോട്ടെ. കണ്ണീരൊക്കെ വന്നേക്കണ്. ചിരിച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര സംഭവമായി പോയി. പിന്നെ അറിയാലോ, അപ്പുറേ പുനലൂര് ഇപ്പുണ്ട്. ആ കൊച്ചു നല്ല വൃത്തിയായിട്ട് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല അതൊക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തതൊക്കെ. കൊല്ലം തുളസിച്ചേട്ടൻ്റെ ആ സാധനം ഇടയ്ക്കൊരു ജാഫർക്ക് കയറി വന്നു. അല്ല, അതും വന്നു. അതാ കണക്കൂട്ടി. അത് ഞാൻ പണ്ട് ചെയ്തായിരുന്നല്ലോ. ഓറഞ്ചോ അതുപോലത്തെ രസമല്ലേ? ഗംഭീരമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേട്ടാ. ഉഗ്ര സ്കിറ്റായിരുന്നു.
നല്ല രസമുണ്ടായിരുന്നു. ഈ സബ്ജക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയ സബ്ജക്റ്റ് പോലൊക്കെ നമുക്ക് തോന്നും. മുമ്പ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഏതാണ് ഒരു പെൺകുട്ടീനെ വിളിച്ചിട്ട് വരുന്നു, അമ്മ സമ്മതിക്കാതിരിക്കുമ്പോൾ വീട്ടിലോട്ട് കയറാൻ വേണ്ടി കുറേ നമ്പറുകൾ ഇറക്കുന്നു, അവസാനം വീട്ടിലോട്ട് കയറ്റുന്നു. ഇത് നമ്മൾ മുൻപ് എവിടേക്കോ കണ്ടിട്ടുള്ളതുപോലെ നമുക്ക് തോന്നുമെങ്കിലും നിങ്ങളിന്ന് കൊണ്ടുവന്ന തമാശകളൊക്കെ നല്ല തമാശകളായിരുന്നു. അത് ദൈവാനുഗ്രഹത്താൽ എല്ലാം വർക്കായി. ചിത്തൻ്റെ ഒരു കളിയാണ് കേട്ടോ ഇന്നത്തെ ഈ സ്കിറ്റ് ഇത്രയും ഹൈ ആക്കിയത്. കാര്യം ചിത്തന് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു 75% മാർക്കും ചിത്തിന് കൊടുക്കേണ്ടതാണ്. അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. അത് വന്നപ്പോൾ കൊല്ലം തുളസി ചേട്ടൻ്റെ അടുത്ത് അതെ അത് നിങ്ങളുടെ ഐഡിയ ആണോ? അത് നമ്മുടെ ഗ്രൂമേഴ്സ് പറഞ്ഞ ഓക്കെ, നമുക്ക് തോന്നി അത് പെട്ടെന്നുണ്ടാക്കിയ ഒരു സാധനമാണ്. പക്ഷെ അത് വർക്ക് ആദ്യം തന്നെ ചിത്തൻ്റെ എണ്ണയിൽ തന്നെ ഒരു ചിരി അങ്ങ് ചിരിച്ചു. പിന്നെ ബാക്കി അതേ പിടിച്ച് നിങ്ങളങ്ങ് കയറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല നല്ല തമാശകൾ ഓരോ ഗ്യാപ്പിനും. അത് പിന്നെ സുധീഷ് ആക്കാര്യത്തിൽ കേമനാണ്, സിംഹമാണെന്ന് നമുക്കറിയാം. ഓരോ ഗ്യാപ്പിലും തമാശ എവിടെയാണ് വരേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു റൈറ്ററും കൂടിയാണ് സുധീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യസ്ഥലങ്ങളിൽ ഓരോ ഗ്യാപ്പിലും ചിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ടായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ ഇതുണ്ടായിരുന്നു. നിമിഷം എവിടേക്കോ ഒന്ന് മിസ്സാവുന്നപോലെ നമുക്ക് തോന്നി ഡയലോഗ്സ്. അതെനിക്കൊന്ന് പ്രാക്ടീസിൻ്റെ കുറവുണ്ടായിരുന്നോ? ആക്ച്വലി ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇവരോടൊപ്പം നിന്ന് കണ്ടോ, നിമിഷം ഒട്ടും ഡൗൺ ആയെന്നല്ല ഞാൻ പറഞ്ഞത്. എവിടേക്കോ ഒരു ടെൻഷൻ, എവിടേക്കോ തപ്പലായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തു. അതൊരു വലിയ ഒരു കഴിവ് തന്നെയാണ്. എന്തായാലും ചിത്ത ചക്കരക്കാലിക്ക് കേട്ടോ, എല്ലാവരും രസമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സ്കിറ്റ് കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. പക്ഷെ നിങ്ങളുടെ അഭിനയത്തിൽ ആ സാധനവേ ഫീൽ ചെയ്യത്തില്ല, പെട്ടെന്നുണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ കഴിവാണത്. നിങ്ങൾ 3 പേരും എന്തൊക്കെയോ സാധനങ്ങൾ നിങ്ങളുടെ ഇന്ന് മിസ്സായിട്ടുണ്ട് ഇതിൽ, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഏറ്റവും വലിയ ഗുണം തന്നെയാണ്. 3 പേരും കട്ടയ്ക്ക് നിന്നു, നല്ല പോണെ അഭിനയിച്ചു, നല്ല പോണം ചിരിക്കാനുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു നസീർക്ക. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കിട്ടുമെന്ന് തോന്നുന്നല്ലേ? ആരാണ് അത്? ജാഫറിക്ക എത്ര 10,000 രൂപ കൊടുത്തു. ഓ അത് കലക്കി. ചേട്ടാ ഞാനൊരു 8 മാർക്ക് കൊടുക്കുന്നു. 18,000 രൂപ നസീർക്ക. നല്ലോണം ബാക്കി എല്ലാം കൂടെ അലച്ചുകലിക്ക് കല്യാണമൊക്കെ അല്ലേ, ചെലവുകൾ ഒരുപാടുള്ളതല്ലേ, വന്ന് കയറിയ പെണ്ണല്ല. കാര്യം നല്ല ഫാമിലിയാണ്. തീർച്ചയായിട്ടും ഇനിയും ഡൈവോഴ്സുകൾ വരാനുള്ളതാ. അതിനൊക്കെ കൂട്ടി താടിറക്കണം. അതെ, 50,000 രൂപ. അടിപൊളി. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരു കഥ കേൾക്കാൻ സമയം ഉണ്ടാവോ? ഇല്ല. നമ്മൾ സ്കിറ്റ് കാണാൻ വന്നിരിക്കുമ്പോൾ കഥ പറഞ്ഞോണ്ടിരുന്ന ചുമ്മാ കഥ കേൾക്കാനല്ല, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്നിട്ടുണ്ട്. ഒരു കഥ പറയാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടോ? അല്ല, ജാഫർക്കാരുടെ ഡേറ്റിനാണോ, എൻ്റെ ആണോ, നസീർക്കയുടെ ആണോ? 3 പേരെ നമ്മുടെ മൂന്നിന്റെ ജീവയുടെ അല്ല നിങ്ങളുടെ 3 പേരെ ആണോ? നിങ്ങൾ കിട്ടിയാലല്ലേ ഒരു സ്ട്രോങ് ഇത് കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് കോമഡി സബ്ജക്റ്റ് ആണോ അതറിയില്ല. പുള്ളിയെ കണ്ടിട്ട് കോമഡി സീരിയസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം തോന്നുന്നുണ്ട്. കാര്യം രാവിലെ കണ്ടപ്പോൾ നല്ല ആലോചന, ഇങ്ങനെ തലങ്ങും വിലങ്ങും നടന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈറ്റർ ആയിരിക്കും കേട്ടോ. നല്ല കഥയായിരിക്കും. എത്ര എക്സ്പീരിയൻസ് ഉള്ള റൈറ്റർ ഉണ്ടെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ വേണം. അത് മസ്റ്റ് ആണ്. നല്ല സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളി പ്രൊഡ്യൂസറുമായിട്ടാ വന്നത് നമുക്ക് അറിയത്തൂല്ലോ. ശരിയാ. ആളെ കണ്ടു, അപ്പൊ ഒരു കഥ പറയാൻ ഒരു അവസരം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്ക്, കേൾക്കാം. ബാക്കിയൊക്കെ ഡേറ്റ് ഉണ്ടോ ഇല്ലയോ? അല്ല, അങ്ങനെ വെച്ച് താമസം വേറെ ആരെങ്കിലും കൂടെ വിളിച്ചു വിളിച്ചോ പടമില്ലായിരിക്കും. എന്നാ ഞാനൊരു പറയുമ്പോ ഒരു 2-3 പേരെ വിളിക്കേണ്ടി വരും. കുഴപ്പമില്ല, ഒരുമിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോട്ടല്ലേ. അജേഷ് ഉണ്ട്, മനോജ് ഉണ്ട്, സൂര്യ ഉണ്ട്. വിളിക്കട്ടെ? ചേട്ടാ കയറി പോരട്ടെ, അവര് ഓക്കെ. ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുന്നു അനാർക്കലി. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ആ രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല. കൊള്ളാം, പൊളിക്കും. അല്ല, കണ്ണങ്ങ് കുത്തി പൊട്ടിക്കണം. ഇനി ഇടുന്നുണ്ടോ പേപ്പർ? എന്തിനാ? അല്ല, 2 എണ്ണം കൂടെ കിട്ടിയെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാപ്പി തിളപ്പിച്ചേനെ. എന്റെ ഭാവന എടുത്ത് നീ കാപ്പി ഉണ്ടാക്കുവില്ലേ? അയ്യാ, ഒരു തൊഴുത്തുകാരൻ എന്റെ മോന്റെ പേന തീർക്കാനായിട്ട് ചുമ്മാ വീട്ടിൽ കയറിയിരിക്കുക. നിന്റെ അപ്പന്റെ കൂട്ട് കുത്തിയിരുന്ന് വീടിയുടെ അളവ് കുറയ്ക്കുമല്ല. ഞാൻ കഥ എഴുത്തുകാരനാ, ഭയങ്കര സിനിമ എഴുത്തുകാരനാ ഞാൻ. ഒരു കാര്യം പറഞ്ഞേക്കാം, ക്ലൈമാക്സ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കത്തെ 2-3 പോർഷൻ കൂടെ തിരികെ കയറ്റി കഴിഞ്ഞാൽ ഈ സിനിമ പൂർത്തിയായി. ഓ, ഈ ക്ലൈമാക്സ് ഒന്നും എടുത്ത് ആദ്യമേ അടിച്ചേക്കല്ലേ. നീ ഇങ്ങനെ കളിയാക്കടി. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാശാവും. പിന്നെ ഞാൻ ആദ്യം നേരെയാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ വീടും പരിസരവും. അല്ല, നിന്റെ
മുടി ആ സ്ട്രൈറ്റ് ചെയ്യുമെന്ന്. എന്നിട്ട് ടീഷർട്ട് ജീൻസ് ഇതെല്ലാം നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. പിന്നെ എറണാകുളത്ത് 2 ഫ്ലാറ്റ്. എറണാകുളത്ത് 2 ഫ്ലാറ്റേ ഉള്ളൂ? അല്ല, നിന്റെ പേര് 2 ഫ്ലാറ്റ്. കോഴിക്കോട് വില്ല. കോഴിക്കോട് ഇല്ലേ? ഇല്ലെന്നല്ല, കോഴിക്കോട് ഒരു വില്ല വാങ്ങും. ആ വില്ല നീ താമസിക്കും. അയ്യോ, നിങ്ങളിതൊന്നും വാങ്ങിക്കണ്ട. അഗസ്ത്യാർകൂടത്തിൽ ഒരു ഗുഹ വാങ്ങിക്കാമോ? എന്നത്തിന്? കടക്കാര് വരുമ്പോ എനിക്ക് അതിൽ കയറി അങ്ങ് ഒളിച്ചിരിക്കാനാ. പോയി അടുക്കളക്കകത്ത് ഒടുക്കളി. അയ്യോ, സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണ്ടായിരുന്നു. എനിക്ക് ഏകാന്തതയായിരുന്നു ഇഷ്ടം. പിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ഏകാന്തതയിൽ ഇരുന്ന് പേടിക്കണ്ടല്ലോ. എവിടാ നിർത്തിയത്? വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത രൂപം. ആ അനാർക്കലി പടി ഇറങ്ങി വരുന്നു, ആനപ്പിണ്ടത്തെ ചവിട്ടി വീഴുന്നു, കോട്ടും ചൂട്ടും വിട്ട പടക്കക്കാരൻ അവളെ താങ്ങി നിർത്തുന്നു. ഇത് അടിപൊളി. ഇത് നല്ല ഹലോ. സീനായി. അതെ 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 അതെ, തമ്പി മുതലാളിയാണ്. അല്ലല്ല, ഇപ്പൊ ഇന്ത്യയില ദുബായിലെ 50 കോടിയുടെ ഫ്ലാറ്റോ അത് 2 കോടിക്ക് ഞാൻ കൊടുത്തു. അതിന്റെ ബാത്റൂമിന്റെ ഡോറയിലെ ചെറിയൊരു തുരുമ്പ്. ബെൻസ് വിറ്റിട്ട് 3 ആഴ്ചയായല്ലോ. അതിന്റെ ടയറെ ചെളി പറ്റി, അതുകൊണ്ട് കൊടുത്തതാ. ഓക്കെ, ഞാനേ വേറൊരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നതാ. പിന്നെ വിളിക്കാമേ. ഓക്കെ. ഹലോ ഹലോ കാട്ടിക്കൂട്ടി തമ്പി. എനിക്ക് മനസ്സിലായി. എന്ത് കാട്ടിക്കൂട്ടി വെച്ചേക്ക് വന്നു? അതല്ല, കാട്ടിക്കൂട്ടി തമ്പി, തറവാട്ടിലെ നടുക്കത്തെയാൾ. ഓ, കാട്ടിക്കൂട്ടി വീട്ടിലെ തമ്പി സാറാണോ? അതെ 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 അതെ. അയ്യോ, എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല. ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ അവിടുത്തെ ആശ്രിതരായിരുന്നല്ലോ. പണ്ട് ആശ്രിതരായിരുന്നു, ഇപ്പൊ ഒന്നും നോക്കണ്ട. അല്ല, ഞങ്ങളുടെ അപ്പൂപ്പനെ അറിയത്തില്ലേ? പരമവല്യപ്പൻ. അറിയാം, പരമപ്പൂപ്പൻ എനിക്കറിയാം. അന്ന് നിങ്ങളുടെ തറവാട്ടി വരുമ്പോ ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ കുഴി കുഴിച്ച് അനത്തിലായിരുന്നു കഞ്ഞി കൊടുത്തോണ്ടിരുന്നത്. അതെ 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 അതെ. നിന്റെ അപ്പൂപ്പൻ കഞ്ഞി കുടിച്ച കുഴിന്നാ ഇപ്പൊ ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, ഞാന് പ്രീ ഡിഗ്രി എടുത്ത് നിന്ന സമയത്ത് അത് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് അല്ലയോ? അത് പിഡിഗ്രി, ഇത് പ്രീ ഡിഗ്രി. ആ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ജീവിതം ഇവിടെ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല, നീ വിദേശത്തേക്ക് പോകണം, ഉപരിപഠനത്തിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയതാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ എവിടാണ് ചെന്നിറങ്ങിയെന്ന് അറിയാമോ? എവിടായിരുന്നു? ഫ്ലോറിഡ. ആ ഫ്ലോറിഡ വന്ന് കണ്ണു വീണു. അങ്ങനെ ഫ്ലോറിഡയിൽ ഒരു സായിപ്പിന്റെ മദാമയുടെയും ഡ്രൈവറായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. സത്യം പറയാമല്ലോ, സായിപ്പിനെ ഒന്ന് കാണണം. വെളുത്ത് തുടുത്ത് ആപ്പിൾ പോലിരിക്കുന്നു. പക്ഷെ മദാമയ്ക്ക് എന്നോട് പ്രേമം. എല്ലാത്തിനും ഞാൻ വേണം. ഷോപ്പിങ്ങിന്, സിനിമയ്ക്ക്, എല്ലാത്തിനും ഞാൻ വേണം. മുടിഞ്ഞ പ്രേമമായിരുന്നു എന്നോട്. ചിലർക്ക് ആപ്പിൾ ഉണ്ടെങ്കിലും ചക്കക്കുരു കിട്ടുന്നതാ താല്പര്യം. അങ്ങനെ മദാമ അവസാനം അവക്കുള്ളതെല്ലാം എനിക്ക് എഴുതി തന്നു. വരച്ചോണ്ട് വരത്തില്ലായിരുന്നു, എനിക്കൂടെ കാണാറുണ്ടല്ലോ. അതല്ലത്, അവക്കുള്ള സ്വത്തുവകകളെല്ലാം എനിക്ക് എഴുതി തന്നു, പിള്ളേര് സഹിതം. ഇനി എന്നാ തിരിച്ചു പോകുന്നേ? ഇനി ഞാൻ പോകുന്നൊന്നുമില്ല. അപ്പൊ എഴുതി വാങ്ങിച്ചല്ല, നീ അടിച്ചു മാറ്റിയത് അവിടെ നിന്ന്. അങ്ങനെ ഇച്ചിരി കാശ് എന്റെ കയ്യിലുണ്ട്, അതിന്റെ ചെറിയൊരു ക്രിമിനടിയുമുണ്ട്. അപ്പൊ എവിടെയെങ്കിലും കുറച്ച് കാശ് അങ്ങ് കൊണ്ട് കളയണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് മലയാള സിനിമയിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന്. നല്ല ജലദോഷമുണ്ടേ, എനിക്കൊരു മൂവി പിടിക്കണം. ജലദോഷം ഉണ്ടെ മൂവിയല്ല, ആവിയാ പിടിക്കണ്ടേ? അല്ല, എന്റെ പൈസ വെച്ചിട്ടേ ഒരു സിനിമ പിടിക്കണമെന്ന്. സിനിമയോ? അങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളുടെ ഒരു ഗതയുണ്ടെന്ന്. ഞാൻ എന്താ ഭീമനോ? സോറി. സ്റ്റോറിയോ? അല്ല, കഥ സ്റ്റോറി. ഓ, കഥ എന്റെ അല്ലാന്നെങ്കിലേ വെടിക്കെട്ട് കഥയുണ്ട് കേട്ടോ. വെടിക്കെട്ട് വേണ്ട, അത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും സിനിമയാക്കി. അതല്ലേ, ഇത് കേട്ടാ സാറിന് ആവേശം തോന്നും. ആവേശം ഫഹദ് ഫാസിൽ ഹിറ്റാക്കി വെച്ചേക്കുമല്ലേ? അതല്ല സാറേ, നല്ല കിടക്കോച്ച് സിനിമ ഞാൻ എഴുതി വെച്ചിട്ടാണ്. ഓക്കെ, ഇതെവിടെയാണ് ഇത് തുടങ്ങുന്നത്? തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ ഇവിടാണ് തുടങ്ങുന്നത്. ഓക്കെ, അത് തീരുന്നതോ? ഇവിടാ തീരുന്നത്. ഓ, വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ ഫോട്ടോ ചെടികൾക്കിടയിൽ ഇരിക്കുന്നത് കാണണം. നിങ്ങൾ അപ്പൻ എന്തുവാ വണ്ടായിരുന്നു? അല്ല, അച്ഛൻ മരിച്ചു പോയില്ലേ? എന്റെ അപ്പന്റെ വലിയ ആഗ്രഹമായിരുന്നു മരിക്കണമെന്നു. ഞാനൊരു സിനിമ പിടിച്ച് കാണണമെന്ന്. അപ്പൊ നമുക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അപ്പന്റെ ഫോട്ടോയ്ക്കടിയിൽ എഴുതി കാണണം, അച്ഛന്റെ പാവയ്ക്ക സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പണം. പാവന സ്മരണ എന്നില്ലയോ? അല്ല, അച്ഛന് പാവയ്ക്ക ബിസിനസ് ആയിരുന്നല്ലോ. ആ പാവയ്ക്ക കാരണമല്ലേ ഞങ്ങൾ ഈ നിലയിലെത്തിയത്. അപ്പൊ സ്മരണ അച്ഛന് വേണ്ട, അച്ഛന്റെ പാവയ്ക്കും. അത് കഴിഞ്ഞ് എന്റെ പേര് കാണിക്കും. എന്താ എഴുതി കാണിച്ചു? സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും. സ്ക്രീൻ പ്ലേ അത് ഈ മോഹൻജിയാന്ന്. അല്ല, നിങ്ങളുടെ പേര് മോഹനൻ എന്നല്ലേ? ഈ ഡയറക്ടർ മോഹനൻ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര വൃത്തികേടല്ലേ? അതെ, അതിനോട് ജി ചേർത്ത് വരുമ്പോ ഡയറക്ടർ മോഹൻജി. അതെ അതെ അതെ. സിനിമ പൊട്ടിക്കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഏത് മോഹൻജിയാണ് ഈ കഥ സംവിധാനം ചെയ്തത്. കഥയുടെ സാരാംശം അത് എങ്ങനെയാണ് ഈ കഥ തന്തു? എങ്ങനെയാണ് കഥാ തന്തു എന്ന് പറഞ്ഞാല് ഈ നായകനും നായികയും ഒരു കുറ്റിക്കാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതൊന്നുമല്ല, അതൊന്നും ഞാൻ ചെയ്തില്ല. അത്ര വൃത്തിയായിട്ട് പടം ചെയ്തില്ല. അതല്ല, ആകാംക്ഷ കൊണ്ട് ഏത് ചോദിച്ചത്? അത് നമ്മള് കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാട് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ കാടായിരിക്കും. അപ്പൊ നമുക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റൂ? ആനിമൽ ആക്ടില്ലേ? ആനിമൽ ആക്ടില്ലല്ലോ, കാട്ടിലല്ലേ? അല്ല, ആനിമൽ ആക്ട് പ്രകാരം അങ്ങനെ മൃഗങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ സിനിമയുടെ ഫ്രണ്ടിൽ എഴുതി കാണിക്കും, ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഒരു മൃഗത്തിനോ പക്ഷികൾക്കോ ഒന്നും
കേടുപാടുകൾ സംഭവിക്കാതെ നമ്മൾ ചെയ്തതെന്ന്. ഓക്കെ അപ്പോ പ്രൊഡക്ഷൻ ഫുഡിൽ ചിക്കൻ കറിയും മീൻ കറിയും ക്യാൻസൽ. അതല്ല, അതിനകത്ത് ചിക്കൻ വിളമ്പുന്ന ഒരു സീനുണ്ട്. അത് നമുക്ക് ആട്ടുകാരോട് പറഞ്ഞ് ഡമ്മി ഉണ്ടാക്കാം. എനിക്ക് തെർമക്കോളും സ്പോഞ്ചും തിന്നാൻ. അതൊക്കെ പോട്ടെ, ആരായിരിക്കണം നമ്മുടെ സിനിമയിലെ നായകൻ? നായകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പൃഥ്വിരാജിനെയാണ് ഉദ്ദേശിക്കുന്നത്. പൃഥ്വിരാജ് കൊള്ളാം. ഈ പൃഥ്വിരാജ് ഡേറ്റ് കാണുമോ? പിന്നെ കാണൂല, പുള്ളിയുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല കാഴ്ചയുണ്ട്. അതല്ല, പൃഥ്വിരാജിന് ഡേറ്റ് ഉണ്ടോന്ന്. പൃഥ്വിരാജിന് മാത്രമല്ല, നമുക്കെല്ലാം ഡേറ്റ് ഉണ്ടല്ലോ, കലണ്ടർ എന്തോരം ഉണ്ടാക്കാൻ പറ്റേക്കുവാ. അതല്ല, അവരൊക്കെ ഈ കഴിവ് തെളിയിച്ചവരല്ലേ. നമുക്ക് പുതിയൊരു പയ്യൻ ഇങ്ങനെ കേറി വരുന്നുണ്ട്. അവരുടെ പേരെന്തുവാണോ ഇപ്പൊ 1-2 സിനിമ. രതീഷ് കുമാർ. രതീഷ് കുമാർ മറ്റേ പടം ചെയ്തേ. മറ്റേ ഈ കഴിഞ്ഞൊക്കെ ഹിറ്റ് ആയല്ലോ. രതീഷ് കുമാറിനെ പടത്തിൽ അഭിനയിപ്പിച്ചു. ഞാൻ ഈ കഥ പറയാൻ വേണ്ടി രതീഷ് കുമാറിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് പറഞ്ഞത് 6 മാസത്തേക്ക് രതീഷ് കുമാർ കഥയൊന്നും കേൾക്കില്ല എന്ന്. ഓ, അത്രയ്ക്ക് തിരക്കായോ? അല്ലല്ല, അവന്റെ കർണപടത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുവാന്ന്. അത് ശരി. സാറിനൊരു വേഷം ചെയ്തില്ലേ ഇതിനകത്ത്? അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പൈസ മുടക്കുമല്ലേ. അല്ലാതെ എല്ലാ പ്രൊഡ്യൂസർമാരും ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. സുഹൃത്തെ, എല്ലാ പ്രൊഡ്യൂസർമാരെ പോലെ എന്നെ കൂട്ടരുത്. എനിക്ക് വേഷം വേണ്ട. എത്രയോ അഭിനയമോകൾ അവസരമില്ലാതെ വെളിയിൽ നിൽക്കുന്ന അവർക്ക് കൊടുക്ക്. സാർ ഒരു വേഷം ചെയ്യണം, നല്ല ലുക്ക് ഉണ്ടല്ലോ, സാർ വേഷം ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സീനിൽ വല്ലതും വന്നു പോകുന്നേ. അങ്ങനെ പറഞ്ഞാൽ ഇതിനകത്ത് ചെറുത് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ മിന്നി മായുമ്പോ ഒന്ന് കാണിച്ചാൽ ബസ്സിലെ കിളിയുടെ ഒരു ചെറിയ സീനുണ്ട്. ബസ്സിലെ കിളി വലിയ സീനൊന്നുമില്ലല്ലോ. വലിയ സീൻ ഒന്നുമില്ല, ഡയലോഗ് ഒന്നുമില്ല. അതെന്താണെന്ന് പറഞ്ഞ മനസ്സിലായി. നായിക ബസ്സിലോട്ട് കയറി ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പൊ കിളി മണി അടിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനാണ് കിളി, ഞാൻ മണി അടിക്കണം. എന്നെ കാണിക്കുമോ? സാറിനെ കാണിക്കും, മണിയും കാണിക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ. എങ്ങനെയാണ് എന്റെ ബാക്കി എന്ന് പറഞ്ഞു? ഈ നായിക പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തുണിക്കട ചെന്ന് തുണി ഇങ്ങനെ തപ്പുന്നു. ഓഹോ, നല്ല സീനായിരിക്കും, നല്ല സീനായിരിക്കും. അപ്പൊ നായിക തിരിഞ്ഞു നോക്കുമ്പോ തൊട്ടു പുറകെ നിൽക്കുകയാണ് ഈ കിളി. ഈ കിളി ബസ്സിലങ്ങ് പോയില്ലേ, പിന്നെ കിളി തുണിക്കട ചെല്ലുന്നത്? ബസ് മാത്രമേ പോയുള്ളൂ, കിളി അവിടെ ഇറങ്ങി. എന്നിട്ട് തുണിക്കടയിൽ പോയി. നാളെ ഓണമല്ലേ, വീട്ടുകാർക്ക് തുണി എടുക്കാൻ വേണ്ടി വന്നതാ കിളി. നല്ല വിഷയമായിരിക്കും, നല്ല രസമായിരിക്കും. അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ നായിക നേരെ കോളേജിൽ പോന്നു. കോളേജിന്റെ വരാന്തയിൽ കൂടി ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, അന്നേരം അവിടെ ലൈബ്രറിയിൽ ഇരിക്കുകയാണ് ഈ കിളി. അല്ല, കിളിയുടെ അനിയൻ അവിടെ പഠിക്കുന്നത്, അവന് ചോറും കൊണ്ട് വന്നതാ. അതിന്റെ ആവശ്യമില്ല. ആര് പറഞ്ഞു? അല്ലെങ്കിൽ അനിയൻ പട്ടിണി കിടന്ന് ചാവത്തില്ല. സാർ, ഇവിടെ കിളിയുടെ ആവശ്യമില്ല, നമ്മുടെ ഈ നായിക മാത്രം മതിയെന്ന്. കിളി വേണമെന്ന് നീ അടുത്ത സീൻ പറയണം. പിന്നെ ആണ് നായകന്റെ എൻട്രി കാണിക്കുന്നത്. അതൊന്നും എന്റെ സിനിമ കാണിക്കാൻ പറ്റത്തില്ല. നായകൻ വരുന്നത് കാണിക്കുന്നു. അത് കാണിച്ചു. അവൻ ബൈക്കിൽ വന്നിട്ട് നായികയെ വിളിക്കുന്നു. നായിക ബൈക്കിന്റെ പുറകെ കയറി ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാടി വന്ന് ഈ കിളി അതിന്റെ പുറകിൽ ഇരിക്കുന്നത്. ഈ ബൈക്കല്ലെന്തിനാ കിളി? ബൈക്ക് കിളിയോ കണ്ടക്ടർ ആരെങ്കിലും വെക്കും. കിളിയുടെ പൈസ ഉണ്ട്, കിളിക്ക് എന്തും ചെയ്യാം. കിളിക്ക് സ്വാതന്ത്ര്യം വേണം. കിളി അത് ഇല്ലെന്ന് ഇതിനകത്തില് ആര് പറഞ്ഞു? കിളി പൊക്കോട്ടെ, 3 പേര് പോകുന്നതിന് എന്തോ കുഴപ്പം? പിന്നെ അവര് നേരെ പാർക്കിൽ പോന്നു, പൂന്തോട്ടത്തിനകത്ത് ഇരിക്കുന്നു. അവിടെ കപ്പലിന്റെ കച്ചവടം നടത്തുകയാണ് ഈ കിളി. ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു? പാർക്കിൽ കപ്പലണ്ടി വിൽക്കണ്ടേ സുഹൃത്തെ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? കിളിക്ക് സ്വാതന്ത്ര്യം വേണം. കഴിവുള്ളവന്റെ കിട്ടിയാൽ ക്യാരക്ടർ ഡെവലപ്പ് ആവും. അതിന് കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ അവസാനം നായികയുടെ വീട്ടിൽ സന്ധ്യാദീപം തെളിയുന്നു. ഓക്കെ, എന്നിട്ട് ആ വിളക്കിന്റെ അപ്പുറത്തിരുന്ന് നാമം ചൊല്ലുകയാണ് പ്രസ്തുത കിളി. എന്തിന്? അല്ല, കിളിപ്പാട്ട് നാമം ചൊല്ലാല്ല. കിളി നാമം ചൊല്ലുന്നത് നല്ലതല്ലേ? അവിടെ കിളിയുടെ ആവശ്യമില്ലെന്നും ആര് പറഞ്ഞു? യോടോ, വേറൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ തൂലികത്തുമ്പേ നിന്നേനെ. പക്ഷെ കിളി നിൽക്കത്തില്ല, കിളി പറക്കും. ഈ കിളിയെ പിടിച്ചാൽ കൂട്ടിനകത്തിടും. ഇന്റർവെല്ലിന് തുറന്നു വിടാമോ? എന്തിനാ? പോപ്കോൺ തിന്നാൻ. വിടുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ കഥ തന്നെ ഞാൻ സിനിമയാക്കും. ഞാൻ അടുപ്പത്ത് കഞ്ഞി ഇട്ടിട്ടുണ്ട്, ഞാൻ തൊഴിലുറപ്പിന് പോവാ. മീൻകാരൻ വരുമ്പോ മീൻ വാങ്ങിച്ച് കറി വെച്ചോണം. ആരാത്? അവസരം ചോദിച്ചു വന്ന ആളാ. ആണോ? ഞാനത് എഴുതാൻ തുടങ്ങിയപ്പോ തൊട്ടേ സാറേ എനിക്കൊരു ചെറിയൊരു വേഷം തരണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു തൊഴിലുറപ്പ് സ്ത്രീയുടെ വേഷം കൊടുത്തു. അന്നൊന്ന് റിഹേഴ്സലാ. രാമറിനപ്പന്റെ അയ്യത്താണ് ഇതിന്റെ റിഹേഴ്സൽ നടക്കുന്നത്. അപ്പോ ഈ എഴുത്തിന്റെ കൂടെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തുക. ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തി. ഒരു ബാലതാരം കൂടെ ഉണ്ട്. അതെവിടെ? അങ്കപ്പാടി പോയി. കൊണ്ടുവരുമോ? എനിക്ക് മാത്രമേ തികയത്തുള്ളൂ. ഇനി കാരവാനോട് മാറ്റി കൊടുക്കണോ? എന്തുവാ മനുഷ്യ കുണു ഉണാ നിന്നോണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞ കാര്യം വല്ലതും കേട്ടോ? ഡയലോഗ് ഞാൻ പറഞ്ഞതിന് മേളിൽ കയറ്റി കൊടുക്കുക. ഞാൻ എഴുതി കൊടുത്തതിന് മേളിൽ ഡയലോഗ് അടിക്കുക. അങ്ങനല്ല കുട്ടി പറയേണ്ടത്. എന്താ മനുഷ്യ കുണു കുണു ഗുണോ എന്ന് അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞാലേ നമുക്ക് എഡിറ്റിംഗിൽ അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. ലിപ് മൂവ്മെന്റ് ശരിയാവത്തില്ല. എന്റെ വായിലിരിക്കുന്ന കേക്കരുത് മുതുകാല. ഇത് കറക്റ്റാ. ഇത് എന്നും പറയുന്ന ഈ ഡയലോഗ് എപ്പോഴും പറയുന്നത്. എക്സ്ക്യൂസ് മീ, നേരത്തെ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. ജൂനിയർ ആർട്ടിസ്റ്റോ? ഞാൻ ഇങ്ങേരുടെ ഭാര്യ. അങ്ങനെയൊക്കെയാ അവള് പറയുന്നത്. അല്ല, ഞങ്ങൾ രണ്ടുകൂടെ ഒരു സിനിമ പിടിക്കാൻ പോവാണ്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ മലയാള സിനിമ നല്ല രീതിയിൽ ഒരു ഉണർവ് ഉന്മേഷമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 100 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബിലെല്ലാം കയറി ഇപ്പൊ പാൻ ഇന്ത്യ ലെവൽ വരെ എത്തി നിൽക്കുക. അതിനിടയ്ക്ക് ഈ 2 മണുകുണാഞ്ചന്മാർ വല്ല സിനിമ പിടിച്ച് മലയാള സിനിമ എങ്ങാനും കൊന്ന വേണ്ട. പെണ്ണുങ്ങളുടെ വാക്കിന് വില വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പൈസ വേറെ എവിടെയും കൊണ്ട് കളഞ്ഞോളാം. പക്ഷെ ഇയാൾ എന്തോ ചെയ്യും? ഇവിടാണ് ഒരു റിവ്യൂവർ ജനിക്കുന്നത്. മനസ്സിലായില്ല? ഇവൾ എന്നെ കുറ്റം പറഞ്ഞ പോലെ ഞാൻ മലയാള സിനിമയെ കുറ്റം പറഞ്ഞ് ജീവിക്കും. എങ്ങനെ? ഇവിടെ എൻട്രി വന്നില്ലയോ, ആ സമയത്ത് ഇച്ചിരി ക്ലീശ അനുഭവപ്പെട്ടു. പിന്നെ സാറ് വന്നില്ലയോ, കുറച്ചൊന്ന് പിടിച്ചു കേറി. അത് ശരിയാ. പക്ഷെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അവരോട് ചോദിക്കണം.
നല്ല ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നല്ലേ? നല്ല നല്ല ഗൈഡ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ റിവ്യൂവറിനോട് ചോദിക്കാം. നല്ല സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. കാരണം ഒരു വൃത്തിയുള്ള സ്കിറ്റായിരുന്നു. ഈ പറയുന്നത് പോലെ നമ്മൾ ബോറടിച്ചില്ല, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതിനൊരു തുടക്കവും നല്ലൊരു ഒരു എൻഡും ഒക്കെ ഉണ്ടായിരുന്നു. ചിരി എന്താണ്, നമ്മൾ പൊട്ടിച്ചിരിക്കാനുള്ള വാക്കുകൾ കുറച്ച് കുറവായിരുന്നു എന്നതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. 3 പേരുടെയും ക്യാരക്ടേഴ്സ് നല്ലതായിരുന്നു. ഇപ്പം മനോജ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും ആദ്യം തുടങ്ങി നിങ്ങളുടെ 2 പേരുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനകത്ത് കുറച്ച് തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അജേഷ് വന്നപ്പം സ്കിറ്റ് വേറൊരു ലെവലിലേക്ക് കയറി. പിന്നെ അജേഷ് ഈ പറയുന്നത് പോലെ ത്രൂ ഔട്ട് അത് നന്നായിട്ട് പ്ലേ ചെയ്തു. അജേഷിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് കുറേ ചിരിക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു അഴകുള്ളൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ ഒന്ന് വലിക്കാതെ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ആ കിളി പിടിച്ചത് ഉഗ്രം പ്ലേ ആയിരുന്നത്. അവിടെ മുതൽ ഒരു ഫ്രഷ്, ഇത് കൊള്ളാലോ, ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു സാധനം. കാരണം നമ്മൾ ഈ ലൊക്കേഷൻ ആണെങ്കിലും ഈ ഡയറക്ടറാണെങ്കിലും ഡയറക്ടർ പ്രൊഡ്യൂസർമാരെ എന്താണ് വീഴ്ച, അവരെ പറ്റിക്കാൻ നോക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സാധനമായിട്ട് തോന്നിയത് കിളിയാണ്. ക്ലൈമാക്സിലോട്ടും എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് തെറ്റൊന്നുമല്ല, ലാസ്റ്റ് എന്തും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ചിരി വന്നിരുന്നതെന്ന് എനിക്ക് തോന്നി. ഓവറോൾ നോക്കുമ്പോൾ ഒരു വൃത്തിയുള്ള സ്കിറ്റായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷൈനേട്ടാ. നസീർക്ക, നിങ്ങളുടെ സ്കിറ്റ് തുടങ്ങുമ്പം ഡൗട്ടുകളും ടെൻഷനും ഒന്നുമില്ല. നിങ്ങൾ ആ റിഹേഴ്സലിൽ പഠിച്ച സാധനങ്ങൾ അതേപടി ഇവിടെ വന്ന് ഒന്നും തെറ്റിക്കാതെ വന്ന് പറയാറുണ്ട്. ഉള്ള ചിരികളൊക്കെ കുറേ ഗ്യാപ്പിട്ടാണ് വരുന്നത്. മൊത്തത്തിലൊരു വൃത്തിയുള്ള സ്കിറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ബഹളങ്ങളൊന്നുമില്ല, നല്ല സൈലൻ്റായിട്ട് കളിച്ചങ്ങ് പോയി. ആ സൈലൻറ്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് അടുപ്പിച്ചാൽ വൃത്തിയായേനെ. ഓക്കെ, ശരി. താങ്ക് യു അക്ക. ജാഫർക്ക, നല്ല രസമുണ്ടായിരുന്നു. ഇവർ പറഞ്ഞു തന്നെ എന്താ പറയാനുള്ളൂ. എന്താണേലും ഭംഗിയായി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി. കുഴപ്പമില്ല, നന്നായിട്ടിരുന്നു. ഓക്കെ, താങ്ക് യു അക്ക. അപ്പൊ നമുക്ക് കൈയോടെ മാർക്സ് വാങ്ങിക്കാം അല്ലേ? ജാഫർക്ക, ഐശ്വര്യമായിട്ട് ഞാൻ 3 പേർക്കും 3 വെച്ച് കൊടുത്തു. 9,000. ഷൈൻ ചേട്ടാ? ജാഫർക്ക് അത്ര കൊടുത്ത സ്ഥിതിക്ക് ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 9 മാർക്ക് കൊടുക്കും. ഓക്കെ, 2 പേരും കൂടെ ചേർന്ന് 18 ആയിട്ടുണ്ട്. നസീർക്ക? അല്ല, അവര് ഇത്രയും കൊടുത്തപ്പോ പിന്നെ ഞാൻ എന്തിനാ കുറയ്ക്കാൻ പാടില്ല കേട്ടോ. ഞാനും കുറയ്ക്കുന്നില്ല. നല്ലൊരു 30,000 രൂപ. ഉഷാർ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം 30 മേളിൽ വാങ്ങിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. ബൈ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇന്നത്തെ ഐറ്റങ്ങളുടെ, ഇന്നത്തെ സ്കിറ്റിന്റെ, ഇന്നത്തെ തമാശയുടെ, ഇന്നത്തെ ചിരിയുടെ സമയം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എന്നാ അടുത്ത ദിവസം കാണാം. ശരി. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം മെസ്ലീസ് ഐസ്ക്രീംസ് പ്രസൻസ് റീഗൽ ജുവലേഴ്സ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, പവർഡ് ബൈ അതിഥി. ഗുഡ് നൈറ്റ്.